എന്താണ് സംഭവിച്ചത് എന്നറിയും മുമ്പ് നിമിഷങ്ങൾക്കുള്ളിൽ എല്ലാം കഴിഞ്ഞു. ഞാൻ തിരി മറിച്ചിടിക്കുകയായിരുന്നു. അപ്പോഴാണ് മരുന്നുണക്കാനിട്ടിരുന്ന സ്ഥലത്തു നിന്ന് തീ പടരുന്നത് കണ്ടത്. പിഴച്ചെന്ന് മനസ്സിലായതോടെ ഓടി. വെടിക്കെട്ട് അപകടത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ട വിൻസെന്റിന്റെ വാക്കുകൾ ഇടറി. അപകടത്തിന്റെ നടുക്കത്തിലും വെടിക്കെട്ട് നിർമ്മാണ കേന്ദ്രത്തിലെ തൊഴിലാളിയായ വിൻസെന്റ് സംഭവം വിവരിച്ചു. വെടിക്കെട്ടുപുരയിലെ വേലിക്കെട്ട് ചാടിക്കടക്കുന്നതിനിടെയാണ് തൊഴിലാളികളായ ഭവാനിയും അനിതയും നിലത്ത് കിടക്കുന്നത് കണ്ടത്. കാൽ ഉളിക്ക് ഭവാനിക്ക് എഴുന്നേൽക്കാനാവുന്നില്ല. അലറി വിളിക്കുന്നുണ്ട്. അനിതയെ പിടിച്ചെഴുന്നേൽപ്പിച്ച് ഓടാൻ പറഞ്ഞു. ഭവാനിയെ എടുത്ത് പാടത്തിന്റെ കരയിലെത്തിച്ചു. ഇതിനിടെ പൊള്ളലേറ്റ ബാബുവിനെ താങ്ങിക്കൊണ്ടുവന്നു. പക്ഷേ എല്ലാം ഒരു നിമിഷം കൊണ്ട് കഴിഞ്ഞു. 3 സ്ഥിരം ഷെഡുകളിലടക്കം 5 ഇടങ്ങളിലാണ് പടക്ക നിർമ്മാണം നടന്നിരുന്നത്. ചൊവ്വാഴ്ച വൈകിട്ടോടെ എല്ലാ പണികളും അവസാനിപ്പിച്ച് ബുധനാഴ്ച സാമ്പിളിനുള്ള ലോഡ് കയറ്റാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. അതിനാൽ ചൊവ്വാഴ്ച മുഴുവൻ പണിക്കാരും ഉണ്ടായിരുന്നു. കുറച്ചുപേർ ഉച്ചയ്ക്ക് ശേഷം വീടുകളിലേക്ക് പോയിരുന്നുവെന്നും വിൻസെന്റ് പറഞ്ഞു. അരനൂറ്റാണ്ടിലേറെ വെടിക്കെട്ട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന വിൻസെന്റ് 1986 തൃശൂർ പൂരം വെടിക്കെട്ട് ലൈസൻസിയായിരുന്നു. അവസാനവട്ട മരുന്ന് നിറയ്ക്കുന്നിടത്ത് അപകടം നടക്കുമ്പോൾ 8ഓളം പേരുണ്ടായിരുന്നു. അവസാനവട്ട ഒരുക്കങ്ങൾ നോക്കാൻ തിരുവമ്പാടി ദേവസ്വത്തിലെ ഏതാനും പേരുമുണ്ടായിരുന്നു. അവരിൽ ഇനി ആരൊക്കെ? വിൻസെന്റിന്റെ വാക്കുകൾ മുറിഞ്ഞു. കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. വെടിക്കെട്ട് ലൈസൻസി സതീഷ് അടുത്തുണ്ടായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ സതീഷ് ചികിത്സയിലാണ്. തീപിടുത്തമുണ്ടാകുന്നത് 3 മണി കഴിഞ്ഞിട്ടാണ്. ഈ സമയം കടുത്ത ചൂടായിരുന്നു. കരിമരുന്ന് ഉണക്കാൻ വെച്ചിരുന്ന സ്ഥലത്ത് സൂര്യരശ്മികൾ ഏൽക്കാൻ സാധ്യതയുണ്ട്. 2 ദിവസം മുൻപ് 2 തൊഴിലാളികൾക്ക് സൂര്യതാപമേറ്റിരുന്നുവെന്നും വിൻസെന്റ് പറയുന്നു. അതേസമയം അപകട കാരണം വിശദമായ ഫോറൻസിക് പരിശോധനയ്ക്ക് ശേഷമേ സ്ഥിരീകരിക്കാനാകൂവെന്ന് ഫയർഫോഴ്സ് അധികൃതർ പറയുന്നു. അതിനിടെ ഇത്തവണത്തെ തൃശൂർ പൂരം ചടങ്ങുകൾ മാത്രമായി പരിമിതപ്പെടുത്തിയേക്കും. 13 പേരുടെ ജീവൻ കവർന്ന മഹാദുരന്തത്തിന് തൊട്ടുപിന്നാലെ ആഘോഷങ്ങൾ തുടരുന്നത് ഉചിതമല്ല എന്ന പൊതുവികാരത്തെ തുടർന്നാണ് വെടിക്കെട്ടുൾപ്പെടെയുള്ള പ്രധാനാഘോഷങ്ങൾ ഒഴിവാക്കി ചടങ്ങുകൾ മാത്രമായി നടത്താൻ ആലോചന നടക്കുന്നത്. പൂരത്തിന്റെ ആവേശമായ സാമ്പിൾ വെടിക്കെട്ടും പ്രധാന വെടിക്കെട്ടും ഇത്തവണ ഉണ്ടാകില്ലെന്നാണ് സൂചന. മുണ്ടത്തിക്കോട് തിരുവമ്പാടി വിഭാഗത്തിന്റെ വെടിക്കെട്ട് സാമഗ്രികൾ സൂക്ഷിച്ചിരുന്ന പുരകളിലാണ് സ്ഫോടനമുണ്ടായത്. തിരുവമ്പാടി വിഭാഗത്തിന് പൂരത്തിന് ഉപയോഗിക്കാൻ ഇനി വെടിക്കെട്ട് മരുന്നുകൾ കൈവശമില്ലാത്തതും ആഘോഷങ്ങൾ വെട്ടിക്കുറയ്ക്കാൻ കാരണമായി. അതേസമയം പാറയമേക്കാവ് വിഭാഗത്തിന്റെ വെടിക്കെട്ട് സാമഗ്രികൾ പാലക്കാട് തയ്യാറാണെങ്കിലും ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ വെടിക്കെട്ട് നടത്തുന്നതിനോട് നഗരവാസികൾക്കും ദേവസ്വങ്ങൾക്കും താൽപര്യമില്ല. പൂരത്തിന്റെ സുഗമമായ നടത്തിപ്പിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ തിരുവമ്പാടി പാറയമേക്കാവ് ദേവസ്വങ്ങൾ ബുധനാഴ്ച നിർണായക യോഗം ചേരും. ദുരന്തത്തിൽ മരിച്ചവരോടുള്ള ആദരസൂചകമായി ആന എഴുന്നള്ളിപ്പും മേളങ്ങളും പരിമിതപ്പെടുത്തി ആചാരപരമായ ചടങ്ങുകൾ മാത്രമാണ് ഉണ്ടാവുക. ദേശക്കാരുടെ വികാരവും സുരക്ഷാ മാനദണ്ഡങ്ങളും പരിഗണിച്ചാകും അന്തിമ പ്രഖ്യാപനം ഉണ്ടാവുക. വെടിപ്പുരയ്ക്ക് ഫയർ സേഫ്റ്റി ലൈസൻസ് ഇല്ല എന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നതോടെ പൂരത്തിന്റെ വെടിക്കെട്ടിന് അനുമതി നൽകുന്ന കാര്യത്തിൽ സർക്കാരും കർശന നിലപാടിലാണ്. ജില്ലാ ഭരണകൂടവും പോലീസും വെടിക്കെട്ടിന് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുമുണ്ട്. സ്ഫോടനത്തെക്കുറിച്ച് ആഡിയോതല അന്വേഷണം പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ഇനിയൊരു അപകടത്തിന് വഴിമരുന്നിടാൻ അധികൃതർ തയ്യാറല്ല. അപകടത്തിൽ പരിക്കേറ്റ 23 പേർ ഇപ്പോഴും തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. ഇതിൽ പലരുടെയും നില അതീവ ഗുരുതരമായി തുടരുന്നത് നഗരത്തെ ഒന്നടങ്കം ദുഃഖത്തിലാഴ്ത്തിയിരിക്കുകയാണ്. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ പൂരനഗരിയിൽ ആഘോഷത്തിന്റെ ആരവം ഉയരുന്നത് ഒഴിവാക്കണമെന്ന് ഭൂരിഭാഗം വിശ്വാസികളും ആവശ്യപ്പെടുന്നു. പൂരവിളംബരം, തെക്കേനട തുറക്കൽ തുടങ്ങിയ ചടങ്ങുകൾ ആചാരപരമായി നടത്തുമെങ്കിലും ജനക്കൂട്ടത്തെ നിയന്ത്രിക്കുന്ന കാര്യത്തിൽ പോലീസ് ജാഗ്രത പാലിക്കും. കുടമാറ്റം ഉൾപ്പെടെയുള്ള ചടങ്ങുകളുടെ കാര്യത്തിലും ബുധനാഴ്ച തീരുമാനമുണ്ടാകും. ആഘോഷങ്ങൾക്കായി മാറ്റിയിരുന്ന തുക ദുരന്തബാധിതരെ സഹായിക്കാനായി ഉപയോഗിക്കണമെന്ന നിർദ്ദേശവും ഉയർന്നു വന്നിട്ടുണ്ട്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ദുരന്തസ്ഥലവും പരിക്കേറ്റവരെയും സന്ദർശിച്ചിരുന്നു. തൃശൂർ ജനതയുടെ വേദനയിൽ പങ്കുചേരുന്നതായും ആഘോഷങ്ങളെക്കാൾ ഇപ്പോൾ പ്രാധാന്യം ജനങ്ങളുടെ സുരക്ഷയ്ക്കും ദുരന്തബാധിതരുടെ പുനരധിവാസത്തിനുമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. പ്രധാനമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം കേന്ദ്ര സഹായം എത്രയും വേഗം ലഭ്യമാക്കുമെന്നും അദ്ദേഹം ഉറപ്പു നൽകി. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.